ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. ഇതിൽ ഞാൻ സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പച്ചക്കറികൾ എടുക്കാം കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായി അരിഞ്ഞത്, വെള്ളരിക്ക 1/4 ഭാഗം ചെറുതായി അരിഞ്ഞത്, ബീൻസ് ഒരു പിടി ചെറുതായി അരിഞ്ഞത്, വെണ്ടക്ക 1 കഷ്ണങ്ങളാക്കിയത്, വാഴക്ക 1/2 പകുതി ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് 1 ചെറുതായി അരിഞ്ഞത്, വഴുതനങ്ങ 1 ചെറുതായി അരിഞ്ഞത്, ക്യാബേജ് 1/4 ഭാഗം ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എണ്ണ 6 ടേബിൾ സ്പൂൺ, തേങ്ങ 1/4 ഭാഗം, ജീരകം 1 നുള്ള്, ഉണക്കമുളക് 3 എണ്ണം, ചെറുപയർ പരിപ്പ് 1/4 കപ്പ്, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണേ. അപ്പം ഞാൻ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതും നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്കായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. വെണ്ടക്ക നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതും ബാക്കി പച്ചക്കറികൾ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണേ. പച്ചക്കറികളെല്ലാം ഒരുവിധം ഒന്ന് വഴന്ന് വന്നതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും നമുക്കൊന്ന് വഴറ്റണം. ഇപ്പം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന പരിപ്പില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം ഇതിന് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം തീ വളരെ കുറച്ചിട്ടിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിവിടെ തേങ്ങയും 1 നുള്ള് ജീരകവും കൂടി ചേർത്താണ് ഇതൊന്ന് അരയ്ക്കുന്നത്. ഞാനിവിടെ തേങ്ങയും 1 നുള്ളി ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പച്ചക്കറികളും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കറിയിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുകൊക്കെ ഒന്ന് വറുത്തിടാം. കടുക് വറക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിന് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.